ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റിങ്ങിനേക്കാൾ കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 4 എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് വന്നിട്ട് വീഡിയോസ് പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമത്തെ കാര്യം സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ചില ആളുകൾ ചെയ്യും. അവനൊന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ അവളൊന്ന് പഠിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്യും. അതോ മിണ്ടാതിരിക്കുക. ഒരാൾക്കത് സംസാരിച്ച് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കാൻ കൂട്ടാക്കത്തില്ല. ആ പിണക്കത്തിൻ്റെ പേരിൽ 2 ദിവസം 3 ദിവസമൊക്കെ മിണ്ടാതിരിക്കുക. ഇതിലും വലിയ ശിക്ഷ പിന്നെ കൊടുക്കാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആളുടെ മനസ്സ് നന്നായിട്ട് വേദനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ആൾ റെഡിയാവും, കൂടുതൽ കെയർ ചെയ്യുമെന്നൊക്കെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അത് സംസാരിച്ച് സോൾവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് കൂട്ടാക്കുന്നില്ല. നിങ്ങളൊരു പണിഷ്മെൻറ്റ് പോലെ ആ വ്യക്തിക്ക് യോട് മിണ്ടാതിരിക്കുന്നു. ആ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല, അപ്പം മിണ്ടാതിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ്. അതൊരു തരത്തിൽ പറഞ്ഞ കൺട്രോളിങ് ആണ്. അതാരും ഇഷ്ടപ്പെടുന്നില്ല. സത്യത്തിൽ നിങ്ങളെ കൂടുതൽ വെറുക്കാനാണ് അത് സാധ്യതയൊരുക്കുക. സോ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്പേസ് ഇടുന്നത് നല്ലതല്ലേ എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരാൾ തയ്യാറാണ് സംസാരിക്കാൻ, അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും സംസാരിക്കുക. ആ പ്രോബ്ലം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചില കേസുകളിൽ അത്ര നല്ലതല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട്, അത് ഓഫീസിലാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലാവാം ഒക്കെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് കളിയാക്കുക, ഇൻസൾട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ജസ്റ്റ് ഒരു തമാശ പറഞ്ഞു അത്രയേ ഉള്ളൂ. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസൾട്ടാണ്. നിങ്ങളോടുള്ള ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നു, എല്ലാവരോടും പറയുന്നു. ആൾക്ക് ആളോടുള്ള ഒരു സെൽഫ് എസ്റ്റീം കുറയും അവിടെ. അങ്ങനെ സെൽഫ് എസ്റ്റീം കുറയാൻ നിങ്ങളൊരു കാരണമായി തീർന്നാൽ നിങ്ങളോടുള്ള ഒരു മതിപ്പും വാല്യൂവും കൂടി പോയി കിട്ടും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? നിങ്ങളോടുള്ള ഇഷ്ടം കുറയും. ഇഷ്ടം കുറഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്ന അറ്റൻഷൻ, കെയർ ഇതൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തൻ്റെ പാർട്ട്ണറെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ മറ്റുള്ള വ്യക്തികൾക്കിടയിൽ ടീസ് ചെയ്യുകയോ കളിയാക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അത് ചെയ്യാതിരിക്കുക. അത് ഭയങ്കര ഹാംഫുള്ളാണ്. നെക്സ്റ്റ് വൺ പല ആളുകളും ചെയ്യുന്നതാണ്, ഇമോഷൻസിനെ തീരെ കെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പലപ്പോഴും നിങ്ങളിങ്ങനെ പറയാറുണ്ടോ, അതൊന്നും അത്ര വലിയ കാര്യമല്ല, അല്ലെങ്കിൽ നീ ഓവർ ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് ആ ഒരു ഇമോഷൻസിനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള പറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുകയും അവരുടെ ആ ഇമോഷൻസിനെ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഒഴിവാക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കീപ്പിംഗ് സ്കോർ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ടുണ്ടാവും. പക്ഷേ പ്രസൻറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, ആർഗ്യുമെൻറ്റ്സ് വരുന്ന സമയത്ത് പാസ്റ്റിലെ ആ മിസ്റ്റേക്ക് എടുത്തിട്ടിട്ട് അതൊരു വെപ്പണായിട്ട് ഉപയോഗിക്കുക, ആയുധമായിട്ട് ഉപയോഗിക്കുക. അപ്പം അത് പ്രശ്നമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കണം എന്നല്ല, അത് മനസ്സിലവിടെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ നിങ്ങൾ ഫോർഗീവ് ചെയ്ത ഒരു കാര്യം അത് വീണ്ടും എടുത്തിട്ടിട്ട് ആ റിലേഷൻഷിപ്പിൽ എന്തിനാണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത്? സോ ഫോർഗീവ് ചെയ്യുക. മറക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷേ ആ ഇമോഷൻസ് വീണ്ടും എടുത്ത് കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്. ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. സോ അത് മനസ്സിലവിടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഫോർഗീവ് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നിങ്ങൾ
ഓരോ ആർഗ്യുമെൻറ്റ്സിലും സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. അത് ആ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ ഒരു കാരണമാവും. മാത്രമല്ല അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ഉണ്ട്. നിങ്ങളെ ആ വ്യക്തി കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ അഫർമേഷൻ രാവിലെ എണീറ്റ ഉടനെ 5 മിനിറ്റും രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിരിക്കും. അത് വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് ഹായ് അയച്ചിട്ട് അഫർമേഷൻസ് എന്നൊന്ന് അയച്ചു കഴിഞ്ഞാൽ അവരത് അയച്ചു തരും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നത് വഴി വലിയ ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.